എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാനേ കാരണം സൂപ്പർ ഒരു ഫേഷ്യലാണ്. അതായത് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊന്ന് തിളങ്ങണം. അതായത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് പാർലറിൽ പോയി വെറുതെ പൈസ കളഞ്ഞ് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വരും അല്ലേ. ചിലർക്ക് അത് റിസൾട്ട് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്യാം. നമ്മുടെ പാർലറിലൊക്കെ പോയി ഒരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നോർമൽ ഫേഷ്യൽ, ഒരു ഹെർബൽ നോർമൽ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ 500 രൂപയാണ് ചെറിയൊരു ഫേഷ്യൽ ചെയ്യുന്നതിന്, ബ്ലീച്ച് ഇടാതെ. അപ്പം ബ്ലീച്ച് ഇട്ട് ചെയ്യുന്നതിനും അതിനൊരു 150 രൂപ എക്സ്ട്രാ ആകും. അങ്ങനെ 650 രൂപ. ഇപ്പോൾ ആണെങ്കിൽ 900, 700, കുറഞ്ഞതൊരു 700 രൂപ എങ്കിലും ഒരു നോർമൽ ഫേഷ്യൽ, നല്ലൊരു ഹെർബൽ നോർമൽ ഫേഷ്യൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ചിലപ്പോൾ പൈസ ഇല്ലാത്തവരായിരിക്കും, പൈസ ഉള്ളവരാണെങ്കിൽ പോകാൻ സമയം കിട്ടത്തില്ല. ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ നമുക്ക് സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു ഫേഷ്യൽ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഞാൻ സത്യം പറയുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ പോകുമ്പോഴത്തേനും ചെയ്യുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ ചെയ്യുന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫേഷ്യൽ എങ്ങനെ ചെയ്യുന്നതാണ്, അതിന് മുമ്പായിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒരു ബ്ലീച്ച് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മാസത്തിലൊരിക്കലോ ഒക്കെ നമുക്കൊരു ഹെർബൽ ബ്ലീച്ച്, നമുക്ക് കുറച്ച് ബ്ലീച്ച് എന്തായാലും കുറച്ച് കെമിക്കൽ ഉള്ളതാണല്ലോ, പക്ഷേ നമുക്ക് ഒരു മാസത്തിലൊരിക്കലും മസ്റ്റായിട്ട് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പിന്നെ ബ്ലീച്ച് ഇടുന്നവർക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ഒഴിവാക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇല്ലാത്തവർക്ക് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ഒലീവിയയുടെ ഒരു ബ്ലീച്ചാണ്. ആ ഒരു ബ്ലീച്ച് നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, കടകളിലും ലേഡീസ് സെൻ്ററിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് പപ്പായയുടെ ഒരു പൾപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ബ്ലീച്ചാണ്. ആ ഒരു ബ്ലീച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് കടകളിൽ വാങ്ങിക്കണം. ഞാൻ അതാണ് യൂസ് ചെയ്തു പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു ബ്ലീച്ച് ഫംഗ്ഷനൊക്കെ നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേനും ഈ ഒരു ബ്ലീച്ച് മാസത്തിലൊരിക്കലാണെങ്കിലും ഞാനൊരു ബ്ലീച്ച് ഉപയോഗിച്ച് പോകുന്ന ആളാണ്. ഒരു തവണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ചിലർ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കും ബ്ലീച്ച്. പക്ഷേ ഞാൻ 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മസ്റ്റായിട്ടും മാസത്തിലൊരു തവണ ബ്ലീച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ വീട്ടിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് പോകുന്ന ആളാണ്, നാച്ചുറൽ ഐറ്റംസ്. അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങൾ കെമിക്കലും കാര്യങ്ങളും ഒന്നും നമ്മുടെ മുഖത്ത് അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. പിന്നെ ഈ ബ്ലീച്ച് ഇട്ട് കഴിയുന്ന മുമ്പും ശേഷമൊക്കെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് ഈ ഫേഷ്യലിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആദ്യമേ ഞാൻ നേരത്തെ തന്നെ ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞിരുന്നു. ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം പിന്നെ ഫംഗ്ഷന് പോകുന്നതിൻ്റെ 3 ദിവസം, നമുക്ക് ഇന്നാണ് ഫംഗ്ഷനെങ്കിൽ അതിൻ്റെ 2 ദിവസം മുമ്പെയാണ് നമ്മൾ ബ്ലീച്ച് ഉപയോഗിക്കേണ്ടതെന്ന് ഓർക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ രാവിലെ ഇന്നാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ബ്ലീച്ച് ഇട്ടാൽ നമുക്ക് അതിനൊരു എഫക്റ്റും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫേഷ്യൽ ചെയ്യാനും മുമ്പ് ബ്ലീച്ച് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ദിവസം മുമ്പ് ബ്ലീച്ച് ഇടുക. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഫേഷ്യൽ ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സൂപ്പർ ഫേഷ്യലാണ്. അപ്പോൾ ബ്ലീച്ച് ഇടുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം. ബ്ലീച്ച് ഇടുന്നതിന് ശേഷമാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. അതായത് ബ്ലീച്ച് ഇടുന്നതിൻ്റെ കാര്യങ്ങൾ കുറേ പറയാനുണ്ട്. സാധാരണഗതിയിൽ എല്ലാവർക്കും ബ്ലീച്ച് ഇട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്ന് മിക്സ് ചെയ്ത് ബ്ലീച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബ്ലീച്ച് ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ബ്ലീച്ച് ഇട്ടതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഇത് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടും കാര്യങ്ങളും, നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മളതിൽ നിന്ന് കുശുമ്പും കുന്നായ്മ വിചാരിക്കാതിരിക്കുക, സ്നേഹത്തോടു കൂടി ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്ന ടിപ്സുകളെല്ലാം നല്ല ടിപ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാട്സപ്പിൽ വന്ന് പറയുന്നത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളായതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്കും തരണം. പുതിയ ആൾക്കാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. എഫക്റ്റീവായിട്ടുള്ള അടിപൊളി സൂപ്പർ ഒരു ഫേഷ്യലാണ്. ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് അങ്ങ് അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ തിളങ്ങി നിൽക്കാവുന്ന അടിപൊളി ഫേഷ്യൽ. അപ്പം നമുക്ക് എങ്ങനെയാണെന്നത് കണ്ടാലോ. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് തക്കാളി ഫേഷ്യൽ. അപ്പം നേരത്തെ ഞാൻ ഫസ്റ്റ് ഒരു ബ്ലീച്ച് ഇട്ടിരുന്നത്, അതാണ് കെമിക്കൽ ബ്ലീച്ച്. നമുക്ക് നാച്ചുറൽ ബ്ലീച്ച് വേണമെങ്കിൽ ഇടാം. പക്ഷേ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാസത്തിലൊരിക്കൽ നമ്മളൊരു ബ്ലീച്ച് ഇടുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ഇടാറുണ്ട്. ഞാൻ ഇട്ട ബ്ലീച്ച് ഒലീവിയയുടെയാണ്, അതായത് പപ്പായയുടെ പൾപ്പ് കൊണ്ടുള്ള ബ്ലീച്ചാണ്. അത് അധികം കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ബ്ലീച്ചാണ്. അതാണ് ഞാൻ യൂസ് ചെയ്ത് പോകുന്നത്. നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ ബ്ലീച്ചൊക്കെ ഇട്ടു. ഇത് 2ാമത്തെ ദിവസമാണ് ഫേഷ്യൽ ചെയ്യുന്നത്. 3
മൂന്നാമത്തെ ദിവസമാണ് ഫംഗ്ഷന്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ദിവസമാണ് ഫംഗ്ഷന്. അപ്പം അതിനകത്ത് തലയിൽ ഇപ്പോൾ ഇട്ടേച്ച് പായ്ക്കൊക്കെ ഇട്ട് വെച്ചത് സ്മൂത്തനിങ് പായ്ക്കാണ്. ഒറ്റ ദിവസം കൊണ്ട് സ്മൂത്തനിങ് ആകാൻ പറ്റുന്നൊരു പായ്ക്ക് ഇട്ടേക്കണം. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് തലയിൽ തുണിയൊന്നും കെട്ടാതെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തലയിലെല്ലാം പായ്ക്കൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. അതിനുശേഷമാണ് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം ആദ്യം ഫസ്റ്റ് നമ്മൾ ബ്ലീച്ച് ഇടാൻ മറക്കല്ലേ. ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്ലീച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാവേ. അപ്പം ഞാൻ ഒലീവിയാണ് ബ്ലീച്ചാണ് ഇട്ടിട്ട് തലേ ദിവസം ഇട്ടിട്ട് കഴിയും. ഇപ്പോൾ എപ്പോഴും നമ്മൾ 3 ദിവസം മുമ്പേ ബ്ലീച്ച് ഇടണം. എന്നാലും നമുക്ക് കറക്റ്റ് ആ ഫംഗ്ഷന് ആ സമയത്ത് നല്ല റിസൾട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ അതെല്ലാവരും ഓർക്കുക. സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ക്ലെൻസറിനകത്ത് ആദ്യം നമ്മൾ ക്ലെൻസറല്ലേ ചെയ്യുന്നത്. ഫേഷ്യലിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലെൻസറിനായിട്ട് നമ്മൾ പാലും തക്കാളി നീരൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ തക്കാളിയുടെ ഒരു ഭാഗം കൊണ്ട് മുക്കി തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നല്ല നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ക്ലെൻസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ മുഖം നന്നായിട്ട് കഴുകി ഒന്ന് ഒപ്പിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് നമ്മുടെ സ്ക്രബാണ്. അപ്പോൾ വേണേൽ ഇതിനിടയ്ക്ക് നമുക്കിവിടെ സ്റ്റീം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് സ്റ്റീം കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീം കൊടുക്കാത്തത്. അപ്പോൾ അത് സമയം പോവും. സ്റ്റീമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്താ പറയുക ബ്ലീച്ച് ഇട്ടതിന് ശേഷം സ്റ്റീം കൊടുത്തതിന് ശേഷമാണ് ഫസ്റ്റ് ഇത് ഞാൻ തുടങ്ങിയത് തന്നെ. നിങ്ങൾക്ക് സ്ക്രബ് ചെയ്തതിന് ശേഷം സ്റ്റീം കൊടുക്കാം. കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിനിടയ്ക്ക് സ്റ്റീം കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ സ്റ്റീമൊക്കെ കഴിഞ്ഞ് വെച്ചത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല തരിതരിപ്പായിട്ടുള്ള കോഫി പൗഡർ എടുക്കണം. ഇൻസ്റ്റൻറ്റ് കോഫിക്കെക്കാട്ടും കുറച്ച് തരിതരിപ്പുള്ള നമ്മുടെ കാപ്പിപ്പൊടി ഇല്ലേ, തരിതരിപ്പുള്ള ഒരു കാപ്പിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനായിട്ടും ഈ തരിതരിത്തുള്ള കോഫി പൗഡർ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ തക്കാളി നീരും ആ കോഫി പൗഡറും കൂടെ എടുത്തു. ഈ തക്കാളി അതിൽ മുക്കിയിട്ട് കോഫി പൗഡറിനായിട്ട് കുറച്ച് നീര് പിഴിഞ്ഞൊഴിച്ച് മിക്സ് ചെയ്തു. എന്നിട്ട് അതിൽ മുക്കിയിട്ടാണ് ഈ ഒരു സ്ക്രബ് നമ്മൾ ചെയ്യുന്നത്. തക്കാളി വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ഫേഷ്യലാണ്. നിങ്ങൾ ഫംഗ്ഷനൊക്കെ ചെയ്ത് നോക്കിയോ 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. കഴുത്തിൽ വല്ല അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ കഴുത്തെല്ലാം ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷനും ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ളായിട്ട് സ്ക്രബ് ചെയ്ത് തലയും മുഖവും എല്ലാം രീതിയിലാണ് ഞാൻ ഇന്നൊരു എല്ലാം കാണിക്കുന്നത്. അപ്പോൾ തലയിലത്തെ മാത്രം സ്മൂത്തനിങ് ചെയ്തത് അടുത്ത ദിവസം നാളെയോ മറ്റന്നാളോ ആയിട്ട് എൻ്റെ ഇത് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് ഇതുപോലെ ബാക്കിയെല്ലാം ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കണം. മൂക്കിൻ്റെ ഇടമൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ആ താടിയുടെ താഴെയും ഒക്കെ നന്നായിട്ട് ഇതുപോലെ മസാജ് കൊടുക്കുക. മസാജ് ചെയ്യാൻ നിങ്ങളെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഫേഷ്യൽ മസാജൊക്കെ. അത് നോക്കി ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിലും ഒക്കെ കണ്ണിന് താഴെയൊക്കെ മസാജ് കൊടുക്കുക. നല്ലപോലെ മൂക്കിൻ്റെ ഇടമൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. നല്ല ഡെഡ് സ്കിന്നും ഒക്കെ മാറി കിട്ടും. മൂക്കൊക്കെ നന്നായിട്ട് ഒരു നല്ല ഷൈനിങ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു സ്ക്രബാണ് ഈ ഒരു കോഫി സ്ക്രബ്. തക്കാളികളെ കൂട്ടിയിട്ടുള്ള നല്ല രീതിയിൽ ഇതാവും. അപ്പോൾ അതിനോട് ഞാൻ പാലും കൂടെ ഒഴിച്ചാണ് കേട്ടോ. കോഫിയുടെ കൊടുത്ത് കോഫി സ്ക്രബും അതുപോലെ കാപ്പിപ്പൊടിയും പാലും തക്കാളി നീരോടാണ് ഒഴിച്ചിരുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മസാജിങ് ക്രീം ഉണ്ടാക്കാം. മസാജിങ് ക്രീമിനായിട്ട് ഇതുപോലെ തന്നെ തക്കാളിയുടെ പൾപ്പെടുത്തു. അപ്പോൾ ഏകദേശം നമുക്ക് 2 തക്കാളി ആവശ്യമുണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട്. പിന്നെ അതിനോട് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ട ഹണിയാണ്. ഹണി ഏറ്റവും നല്ലതാണ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ടും നല്ല ബ്രൈറ്റനിങ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഷൈനിങ് ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് ഹണിക്കകത്തുണ്ട്. അപ്പോൾ ഹണി കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ തേക്കുവാണ്. അതിനിടയ്ക്ക് കുറച്ച് ഹണി ഞാൻ കുടിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. എനിക്ക് ഹണി ഇഷ്ടമാണ്, ഈ തേൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുടിച്ചായിരുന്നേ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു സൂപ്പർ മസാജ് കൊടുക്കും. ഈ ഒരു മസാജിലാണ് നമ്മുടെ കവളൊക്കെ അങ്ങോട്ട് തൊടുത്ത് നല്ല എടുത്ത് വരുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മളൊരു മസാജ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും അല്ല നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്, 15 ദിവസം കൂടുമ്പോൾ മാസത്തിലൊരിക്കലും ഒക്കെ. അപ്പോൾ നല്ല രീതിയിലൊരു മസാജ് നമുക്ക് കൊടുക്കാം. ഇതുപോലെ താഴേന്ന് കഴുത്തിൻ്റെ താഴേന്നൊക്കെ നല്ലവണ്ണം എടുത്തെടുത്തുള്ളൊരു മസാജ് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം മീഡിയം പ്രഷർ കഴുത്തിൻ്റെ അവിടെ വന്നിട്ട് താടിയുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്ത് തന്നെ കവളിൻ്റെ അടുക്ക കൊടുക്കുക. അപ്പോൾ ഈ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ കല്യാണത്തിന് പോകുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കവളൊക്കെ നല്ലൊരു നമുക്ക് എന്തോ ഒരു വ്യത്യാസം നല്ല തൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരു ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് പോയിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു മസാജ് കണ്ണിന് ചുറ്റും നെറ്റിയിലും ഒക്കെ ഒരു 5 മിനിറ്റ് നമുക്ക് പാർലറൊക്കെ ആണെങ്കിൽ 10-20 മിനിറ്റെങ്കിലും നമുക്ക് മസാജ് ചെയ്യും. പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5-8 മിനിറ്റ് എടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുമ്പം, സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു മസാജ് ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കണം. കവളൊക്കെ ഇതുപോലെ എടുത്തെടുത്ത് വിടുക. എന്നിട്ട് ഇതുപോലെ പ്രഷർ പോയിന്റിൽ കൊണ്ട് ഓരോ മസാജും കഴിയുമ്പോൾ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യണം. നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഫേസിൽ കൂടാനായിട്ട്
ഒത്തിരി നല്ലതാണ് ഈ മസാജ്. നമ്മൾ ഈ മസാജിൻ്റെ കൂടെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിയുമ്പോഴാണ് നമ്മുടെ മുഖത്ത് രക്തയോട്ടം ഉണ്ടാകുന്നതാണ്, ഒരു തുടിപ്പും കാര്യങ്ങളും ഒരു തിളക്കവും ഒക്കെ നമ്മുടെ മുഖത്തിന് വരുന്നത്. കണ്ണിന് ചുറ്റിന് ഇതുപോലെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഷേപ്പായിട്ട് കിട്ടാനൊക്കെ ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ്. ഞാൻ ഈ ഒരു ഫേഷ്യൽ സത്യം പറയുക കേട്ടോ, എല്ലാ മാസവും ചെയ്തൊരു ഫേഷ്യലാണ്. അതുകൂടാതെ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. അപ്പം നല്ല രീതിയിലൊരു ഇതുപോലൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പിന്നെ നമ്മുടെ മുഖത്തും കവിളിലും ഒക്കെ കവിളൊക്കെ ഇതുപോലെ ഒന്ന് നല്ല മസാജ് എടുക്കുക. ഈ കവിളിന് മസാജ് ചെയ്യും തോറും നല്ല തുടിപ്പാണ് നമ്മുടെ കവിളിന് കിട്ടുന്നത്. ഇങ്ങനെ ഒന്ന് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മസാജ് ചെയ്യുന്നത്. അവസാനം പാറ്റിങ്ങും ടാപ്പിങ്ങും ഒക്കെ ചെയ്ത് ആ മസാജൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ ചെയ്ത് അവസാനം നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മൾ അവസാനം പ്രഷർ പോയിന്റ് ടച്ച് ചെയ്ത് നിർത്തണം. ഈ ഒരു മസാജ് സ്റ്റെപ്പ് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുതിയ സ്റ്റെപ്പാണ്. മസാജിങ് സ്റ്റെപ്പ് തന്നെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ ഇത് ഒരു ഫുൾ സ്റ്റെപ്പാണ്. ഏകദേശം കുറേ അത്യാവശ്യമുള്ള സ്റ്റെപ്പെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നുമല്ല ഫേഷ്യൽ മസാജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. നല്ലൊരു പ്രൊഫഷണൽ മസാജാണ് ഞാൻ കൊടുക്കുന്നത് എപ്പോഴും. ഞാൻ പ്രൊഫഷണലായിട്ട് നല്ല പഠിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. നമുക്ക് വേറൊരാൾ ചെയ്തിട്ടാണ് നമുക്ക് ഒത്തിരി റിലാക്സേഷൻ കിട്ടുന്നത്. പക്ഷെ നമുക്കതിൻ്റെ അത്രയും അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുഖമൊക്കെ ഒന്ന് മസാജ് കഴിഞ്ഞില്ല. അപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഒപ്പിയെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കമാണ് കേട്ടോ. ഹണിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തക്കാളി നീരും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് പായ്ക്ക്. അപ്പോൾ പായ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളിയുടെ പൾപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തക്കാളിയൊന്നും അങ്ങനെ അലർജി ഒന്നും ഒരുപാട് പേർക്കൊന്നും കാണത്തില്ല. അപ്പോൾ നല്ലൊരു ഫേഷ്യൽ ഇത് ഈ ഒരു ഐറ്റംസ് വെച്ച് മാത്രം ചെയ്താൽ നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നുള്ളതെന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾ തരിതരിപ്പായിട്ടുള്ളൊരു കോഫി പൗഡറാണ് ഉപയോഗിച്ചത്. അപ്പോൾ പായ്ക്കിന് വേണ്ടി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോഫി പൗഡർ 2 രൂപയുടെ ബ്രൂ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഈ കോഫി പൗഡറും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അരിപ്പൊടിയൊക്കെ സ്കിന്ന് ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ പാല് നല്ലൊരു ക്ലെൻസറും അതുപോലെ തന്നെ വൈറ്റനിങ് ഏജൻറ്റും ഒക്കെയാണ്. ബ്ലീച്ചിൻ്റെ എഫക്റ്റൊക്കെ കിട്ടുന്നതാണ് പാലിനും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പായ്ക്കായിട്ട് നമ്മളെ ഫേസിൽ മൊത്തം നെക്കിലും ഫേസിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തലയിലെ നമ്മൾ ആ ഒരു ടൈം ഉണ്ടല്ലോ, 1/4 മണിക്കൂർ തലയിലിരിക്കണം. അപ്പോൾ ഈ പായ്ക്കിട്ടതിന് ശേഷം ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഏകദേശം തലയിലെ ഒരു ടൈം ഇതാവും. അത് സ്മൂത്തനിങ് ചെയ്ത് വെച്ചേക്കണം തലയിൽ. അതായത് 1 ഡേ സ്മൂത്തനിങ് എന്ന് പറയും. നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സ്മൂത്തനിങ് ചെയ്യാം നമ്മുടെ ഹെയർ. ആ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അടുത്ത ദിവസം വീഡിയോ വരും, എല്ലാവരും കാണണം. അപ്പം നമുക്കിനി എന്താ പറയുക നല്ല രീതിയിൽ ഈ പായ്ക്ക് നമുക്ക് തുടച്ച് കാണിക്കുന്നത് കണ്ടോ. നിങ്ങൾ നോക്കി എന്ത് നല്ല റിസൾട്ടാണ് എൻ്റെ ഫേസിൽ നിന്ന്. നല്ല ബ്രൈറ്റ്നെസ് ആണ് ഫേസിന് കിട്ടുന്നത്. അപ്പം നമ്മൾ തലേ ദിവസമാണ് ഈ ഫേഷ്യൽ ചെയ്യേണ്ടത്. എല്ലാവരും ഓർക്കുക. പിറ്റേ ദിവസം നമുക്ക് ആ ഫംഗ്ഷന് പോകുന്ന സമയത്ത് നല്ല തിളക്കമായിട്ട് നമുക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീമും ജസ്റ്റ് മേക്കപ്പും ഒക്കെ ചെയ്ത് കണ്ണൊക്കെ ഇട്ടിരിക്കുന്നത് സൂപ്പറായിട്ട് 50 വയസ്സ് കൊണ്ട് നിങ്ങൾക്ക് 50 വയസ്സുള്ളവർക്ക് 50 വയസ്സ് തോന്നിക്കത്തില്ല. ഒരു 10-38 വയസ്സ് തോന്നിക്കുള്ളൂ ഞാൻ പറയുകയാണ്. അത്രയ്ക്ക് നല്ലൊരു ഫേഷ്യൽ, നല്ല ഡ്രസ്സിങ്ങും നല്ല രീതിയിലുള്ള നമ്മൾ മുസ്ലിങ്ങളൊക്കെ നല്ല തലത്തട്ടമൊക്കെ ഇട്ട് നല്ല ഡ്രസ്സിങ്ങും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയ അടിപൊളി സൂപ്പർ ഒരു ഫേഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഫേഷ്യൽ ചെയ്ത എല്ലാവരും കണ്ടല്ലോ, സൂപ്പർ ഫേഷ്യലാണ്. അപ്പോൾ നമുക്ക് കല്യാണത്തിനൊക്കെ പോകുന്ന 2-3 ദിവസം മുമ്പ് ബ്ലീച്ച് ഇടുക. നിങ്ങൾക്ക് ഏത് ബ്ലീച്ചാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ഒലീവിയാണ് എനിക്കിഷ്ടമുള്ള ബ്ലീച്ചും. വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്ലീച്ചാണ്. പക്ഷേ അതിനകത്ത് ആക്ടിവേറ്ററൊക്കെ ഇടുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ആക്ടിവേറ്റർ ഇടുന്ന കാര്യം നമ്മൾ ഏതൊരു ബ്ലീച്ചും ആക്ടിവേറ്റർ മിക്സ് ചെയ്യുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദൂഷ്യമായിട്ട് മാറും. അപ്പോൾ അത് കറക്റ്റ് രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആക്ടിവേറ്റർ കൂടിപ്പോയാൽ മുഖമൊക്കെ കറുത്തു പോകും. കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ബ്ലീച്ച് ഇടുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ദിവസം കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം മിക്കവാറും ആൾക്കാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ പുറകോട്ടും മുമ്പോട്ടുള്ള കാര്യങ്ങളും ബ്ലീച്ച് ഇടുന്നതിൻ്റെ കാര്യമൊന്നും പറയാറില്ല. അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് ബ്ലീച്ച് ഇടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. നല്ലൊരു കളർ വരും നമുക്ക്. 3 ദിവസം നമുക്ക് ഈ ഫസ്റ്റ് നമ്മൾ ബ്ലീച്ച് ഇട്ടു, ഫസ്റ്റ് ഡേ നമ്മൾ ബ്ലീച്ച് ഇട്ടു, സെക്കൻഡ് ഡേ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നു, 3ാമത്തെ ഡേ നമ്മൾ നല്ലതായിട്ട് അത്യാവശ്യം ഒരു ചെറിയ ലൈറ്റ് മേക്കപ്പ്, ഒരു 50 വയസ്സൊക്കെ വളരെ ചെറിയ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തു പോകും. ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട. 50 വയസ്സുള്ളവർക്ക് ലൈറ്റ് മേക്കപ്പ് മതി. അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പൊക്കെ.
ലൈറ്റായിട്ടുള്ള അത് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ഒരൊറ്റ സാധനമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ ഫേസിൽ. അപ്പം ആ ഒരു സാധനം ഉപയോഗിച്ചുള്ള മേക്കപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ മുസ്ലിങ്ങളൊക്കെയാണ് തലയിൽ തട്ടമൊക്കെ ഇട്ട് അത്യാവശ്യം കണ്ണൊക്കെ എഴുതി കണ്ണിനകമൊക്കെ എഴുതി കണ്ണിനകത്ത് നമ്മൾ പിന്നെ എന്താ പറയുക, ഞാൻ ഐലൈനറും കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. ഞാനൊരു 45 വയസ്സ് വരെയൊക്കെ ഐലൈനർക്ക് 40 വയസ്സ് വരെയൊക്കെ ഐലൈനറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പം ഞാൻ ഐലൈനറിനുള്ള ഉപയോഗിക്കുന്നത്. പെൻസിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കണ്ണിനകം എഴുതുന്ന പെൻസിലും ഐബ്രോ എഴുതുന്ന പെൻസിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാൻ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടവും. അപ്പം നിങ്ങൾക്ക് ഐലൈനറൊക്കെ എഴുതാമെന്നുണ്ടെങ്കിൽ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ കണ്ണ് എപ്പോഴും നമ്മുടെ കണ്ണിന് മസാജിങ്ങും കാര്യങ്ങളും ഡാർക്ക്നെസ്സും ഒക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ കണ്ണൊക്കെ നല്ല തിളങ്ങി നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ചത്ത പോലെ ഇരിക്കും. എത്ര ഫേഷ്യൽ ചെയ്താലും കണ്ണിങ്ങനെ ഒരു ഭംഗിയില്ലെങ്കിൽ കണ്ണിൻ്റെ നമ്മുടെ ഭംഗി കൂട്ടുന്നത് തന്നെ നമ്മുടെ ആ റിങ്കിൾസും കാര്യങ്ങളും കുറഞ്ഞു വരുമ്പോഴും ഡാർക്ക്നെസ് മാറുമ്പോഴും ഒക്കെയാണ് കണ്ണിൻ്റെ ഭംഗി കൂട്ടുന്നത്. അപ്പോൾ ചതഞ്ഞിരിക്കും, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ കണ്ണിനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കണ്ണൊക്കെ നല്ല ഭംഗിയാക്കി വെക്കുക. ഒരു പരിധി വരെ നമുക്ക് പറ്റുന്ന പ്രായം വരെ മതി. ഇല്ലെങ്കിൽ അന്നേരം വിട്ടരെ. അന്നേരം നമുക്ക് എന്തായാലും പ്രായമാകുമ്പോൾ എന്തായാലും മുഖത്ത് ചുളിവും നരയും മുടി നരയ്ക്കുകയും കണ്ണുകുഴിയും ഒക്കെ ചെയ്യും. അപ്പം നമുക്ക് അത് വിട്ടേക്കുക. എന്തായാലും പ്രായമാകുന്ന ആകലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം വിട്ട് നമുക്ക് ആരോഗ്യമുള്ള സമയം വരെ നമുക്ക് ചെയ്തു പോകാം. നമ്മുടെ സ്കിന്നിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ചുളിവും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പോകാം. അപ്പോൾ ഇതുപോലൊരു ഫേഷ്യൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നു നല്ല റിസൾട്ടാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഫംഗ്ഷനൊക്കെ ഇനി നാളെ വല്ല ഫംഗ്ഷനുള്ള ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബ്ലീച്ച് ഇടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എന്നോട് ചോദിക്കാം. പിന്നെ ചോദിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 10 മണിക്ക് മുമ്പുള്ള വാട്സപ്പ് ചാറ്റിങ് ചോദിക്കുക. 10 മണിക്ക് ശേഷം നമ്മൾ ഉറങ്ങാൻ കയറുമല്ലോ എന്തായാലും. അപ്പം നമുക്ക് വേറെ കുറച്ച് പിന്നെ എന്താ പറയുക അടുക്കള പരിപാടിയും കുറച്ചൊക്കെ കാണും. ആ സമയത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മണിക്ക് മുമ്പേ അല്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് ഇട്ട് വെച്ചേക്കുക. എമർജൻസി ഒക്കെ ആണെങ്കിൽ 10 മണിക്ക് മുമ്പ് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു വോയിസ് ഇട്ട് വെച്ചേക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ പൈസ കളയേണ്ട, നിങ്ങളൊരു ഫേഷ്യൽ ചെയ്ത്. ഞാൻ എല്ലാ മാസവും ഈ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഈ ഫേഷ്യൽ ഞാൻ ഒരു സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യുന്നൊരു ഫേഷ്യലാണ്. നല്ല റിസൾട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ.